Hi children, welcome back to Social Studies class. We are studying lesson 2, diversity and discrimination, isn't it? What's the name of the lesson? Diversity and discrimination. So in the previous class we have seen how discrimination happens. At the starting prejudice and in the first lesson we were studying about diversity. India festivals celebrate and there are many states are there, and that states people speak different languages, they dress differently and they celebrate festivals different way, and these all come under diversity. And see, these diversities sometimes cause discrimination. Now, this is that we are seeing in lesson 2, that is diversity and discrimination. And we have seen how that prejudice happens. Prejudice that means we judge other people negatively or see them as inferior. That is, negative aspect actually in reality they may be good, but in our own mentality, ആ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ അവരെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അവരെ അവരുടെ യോഗ്യത കുറച്ച് കാണുക അല്ലെങ്കിൽ അവരെ താഴ്ന്ന ഒരു ഇതിൽ കാണുക, ഇങ്ങനെയുള്ളൊരു മനോഭാവത്തിൽ നമ്മളവരെ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് prejudice എന്ന് പറയുന്നത്. സോ prejudice means see the people or judge other people negatively. മറ്റുള്ളവരെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവരായിരിക്കുന്ന യഥാർത്ഥ രൂപത്തിലല്ലാതെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലല്ലാതെ അവരെ ഒന്നുകിൽ തരം താഴ്ത്തി കാണുക അല്ലെങ്കിൽ അവരെ അല്ലാതെ അവരുടെ കുഴപ്പം കൊണ്ടല്ലാതെ അവരെ തെറ്റായ രീതിയിൽ അവരെ കാണുക. അവർ ആക്ച്വലി ദേ മേ ബി ഗുഡ്, ബട്ട് when we see them as inferior or negatively, that may not be the actual character. അപ്പോൾ ആ ഒരു ചിലപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു പേഴ്സണാലിറ്റി ഉടമ ആയിരിക്കില്ല, ചിലപ്പോൾ നല്ലൊരു വ്യക്തിയാവും. അപ്പോൾ നമ്മളവരെ തരംതിരിച്ച് കാണുക, വേർതിരിച്ച് കാണുക, ഇതൊക്കെയാണ് prejudice എന്ന് പറഞ്ഞാൽ. ഇനി sometimes we see the people or sometimes we see or sometimes we imagine that imagine in a negative way. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, സപ്പോസ് വി ടേക്ക് ബോയ് ആൻഡ് ഗേൾ. ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യൂഷ്വലി പീപ്പിൾ സേ ബോയ്സ് ആർ സോ ഹാർഡ് ആൻഡ് ബോൾഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അവർ പെട്ടെന്ന് കരയില്ല അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു ഇച്ചിരി കൂടെ സീരിയസ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബട്ട് യു നോ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ആളുകളായിരിക്കുന്ന അവസ്ഥയിലല്ലാതെ വേറൊരു രീതിയിൽ നമ്മൾ തന്നെ നമ്മുടെ തെറ്റിദ്ധാരണ മൂലം നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. അതപ്പോൾ നമ്മൾ പറയും വി ക്രിയേറ്റ് എ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയും. എന്താ സ്റ്റീരിയോ ടൈപ്പ്? യു ക്യാൻ സീ ദ സ്പെല്ലിംഗ് ഇൻ പേജ് നമ്പർ 17. STEREO അതായത് ചില സമയത്ത് നമ്മൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സ്റ്റീരിയോ ടൈപ്പ് എന്താ? when we fix people into one image, അതായത് ഒരേ കാഴ്ചപ്പാടിൽ നമ്മളവരെ കാണുക. And then that time we create a stereotype. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, മിസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ആൻ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയ്സിനെ ഗേൾസിനെ നമ്മൾ കാണുമ്പോൾ ബോയ്സ് ഓൾവേസ് ദേ ആർ ബോൾഡ് ആൻഡ് ദേ വിൽ നോട്ട് ക്രൈ. ഗേൾസ് വെരി ഈസിലി ദേ വിൽ ക്രൈ. ഇസ് ഇറ്റ് റൈറ്റ്? ഇല്ല, നിങ്ങൾക്കറിയാം അല്ലേ, ബോൾഡായിട്ടുള്ള പെൺകുട്ടികളുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് കരയുന്ന ആൺകുട്ടികളും ഒക്കെ ഉണ്ട്. സോ ദിസ് ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് അറ്റ് ഓൾ കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ആളുകളെ കാണുമ്പോൾ അവരെ വിലയിരുത്തുമ്പോൾ വി ക്രിയേറ്റ് എ സ്റ്റീരിയോ ടൈപ്പ്. അത് സംടൈംസ് വി ക്യാൻ സേ അനദർ എക്സാമ്പിൾ. വി സേ ദാറ്റ് ഇഫ് വി തിങ്ക് ദ വില്ലേജ് പീപ്പിൾ ആർ ഓൾ കൾച്ചർലെസ്, ആം ഐ റൈറ്റ്? നോ. ആൻഡ് sometimes we think in urban area അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ താമസിക്കുമ്പോൾ the people are so rich and they are doing all well job, അല്ലെങ്കിൽ
വൈറ്റ് കോളർ ജോബാണ് അവിടെ ഉള്ളവരെല്ലാം ചെയ്യുക. വില്ലേജിലുള്ളവരെ വെരി പുവറാണ്, അവർക്ക് കൾച്ചർ ഇല്ല. സംടൈംസ് വി തിങ്ക് പീപ്പിൾ ലൈക്ക് ദിസ്. we create, then we can say we create a stereotype. അപ്പോൾ നമ്മൾ ഒരു സ്റ്റീരിയോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ആംഗിളിൽ മാത്രം പീപ്പിളിനെ നോക്കി കാണുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് സീ ചിൽഡ്രൻ, now we are living in an equal, we live in a society in which people are living in the same way and no inequality. അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ പണമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ റിച്ച് പുവർ ഓർ ലോവർ കാസ്റ്റ് ഓർ അപ്പർ കാസ്റ്റ് അങ്ങനെയുള്ള ജാതി വ്യത്യാസങ്ങളൊന്നുമില്ല ഇന്ന്. In the society or in India, in many of the societies or villages or towns, no difference at all. All people are living the same way or they behave same way to others. But so many years back, the condition was not. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ആളുകളെയൊക്കെ വേർതിരിച്ച് കണ്ടിരുന്നു. So a kind of discrimination was there or inequality was here. ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അസമത്വം അല്ലേ? നമ്മുടെ ഭരണഘടന അനുസരിച്ച് അതൊക്കെ തെറ്റാണ്. നമ്മൾ എഴുതി വെച്ചിട്ടിരിക്കുന്ന ഭരണഘടന അനുസരിച്ച് ഓൾ പീപ്പിൾ ആർ ഈക്വൽ ആൻഡ് ഷുഡ് നോട്ട് ഷോ എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, സെക്സ് ഓർ സോഷ്യൽ ഡിഫറൻസ് ഓർ വർക്ക് എനി. അപ്പോൾ വർക്കിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മനുഷ്യനെ വേർതിരിച്ച് കാണാൻ പാടില്ല അക്കോർഡിംഗ് ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ബട്ട് there was this kind of inequalities and discrimination was there so many years back. അപ്പോൾ അന്നത്തെ കാലത്ത് ചെയ്യുന്ന ജോലിയുടെ പേരിലോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമുദായത്തിൻ്റെ പേരിലോ ഒക്കെ ചിലർ അപ്പർ കാസ്റ്റ്, അതായത് മുകളിൽ ചിലരൊക്കെ ഇപ്പം നമ്മളൊരു സപ്പോസ് ആളുകളെ ഒരു ഗോവണിയുടെ ഇതിൽ അല്ലെങ്കിൽ ഒരു ലാഡറിൻ്റെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാഡറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ജാതിയിൽ മുകളിലുള്ളവരും താഴെയിൽ ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ പൂവറായിട്ടുള്ള ആൾക്കാർ ജോലിയുടെ അടിസ്ഥാനത്തിലൊക്കെ ഈ ലാഡറിൻ്റെ താഴെയായിട്ട് കണ്ടിരുന്നു. അല്ലെങ്കിൽ ഒരു ഏണി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്നത് മുകൾ തട്ടിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ജാതിയിൽ ഉയർന്നവർ, പണമുള്ളവർ, റിച്ച് പീപ്പിൾ, ദ പീപ്പിൾ ദോസ് ഹു ബിലോങ് ടു സോഷ്യലി ദ വെൽ ബീയിങ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ മുകളിൽ. ആൻഡ് സി ആൻഡ് ദ പീപ്പിൾ ദോസ് ഹു വെയർ ഡിസ്ക്രിമിനേറ്റഡ്, അല്ലെങ്കിൽ പുവറായിട്ടുള്ള ആൾക്കാർ അവരുടെ ആ പോവർട്ടി അല്ലെങ്കിൽ അവരുടെ ആ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ വെച്ചിട്ട് ആളുകളെ തരംതിരിച്ച് കണ്ടിരുന്നു. ആൻഡ് ദേ വെർ ആൻഡ് ലോവർ കാസ്റ്റ്, അവരെ അൺടച്ചബിൾസ് എന്നാണ് വിളിച്ചിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേറൊരു ടേം കൊടുത്തിരുന്നു ദളിത് വിഭാഗങ്ങൾ എന്ന് നിങ്ങൾ കേട്ട് കാണും. ദളിത് എന്ന് പറയും ട്രൈബൽ പീപ്പിൾ, അല്ലെങ്കിൽ അവരെ നമ്മളിപ്പോൾ പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നാണ്. SC എന്ന് നമ്മൾ പറയും, ഷെഡ്യൂൾഡ് കാസ്റ്റ്. അതായത് ഓരോ റിലീജിയൻസിൽ അല്ലെങ്കിൽ ഹിന്ദു റിലീജിയനിലൊക്കെ പല സബ് കാസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ വരുമ്പോഴേ ബ്രാഹ്മിൻസ്, പിന്നെ അതുപോലെ തന്നെ നായർസ് അല്ലെങ്കിൽ നായന്മാർ, ബ്രാഹ്മണർ, ഇവരെയൊക്കെ ഉയർന്ന ജാതിയിലുള്ള ആളുകളായിട്ടും അതുപോലെ തന്നെ വേറെ താഴ്ന്ന ജാതിയിലുള്ളവർ, അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അവരെ താഴ്ത്തി കണ്ടിരുന്നു. ഇപ്പോൾ സപ്പോസ് ബാർബർ അല്ലേ, മുടി വെട്ടുന്നവർ, അതുപോലെ തന്നെ ക്ലീനിങ് ജോബ്, മീനിയൽ വർക്ക് നമ്മൾ പറയും, MENIA. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വീവിങ്, ഫിഷിങ്, അതുപോലെ തന്നെ കട്ടിങ് ഹെയർ, പിക്കിങ് ഗാർബേജ്, അതായത് വേസ്റ്റുകളും മറ്റും കളക്ട് ചെയ്യാൻ വരുന്നവരെ, മുടിവെട്ടുന്നവരെ, ഇവരെയൊക്കെ താഴ്ന്ന ഇതിലാണ് അന്ന് കണക്ക് കൂട്ടിയിരുന്നത്. ആൻഡ് ദാറ്റ് പീപ്പിൾ they did not have any freedom and they did not get much money according to their work. And their people and that kind of people, they were considered as untouchables. അപ്പോൾ ഇങ്ങനെ സോഷ്യലി അല്ലെങ്കിൽ സാമുദായികപരമായിട്ട് താഴ്ന്ന ഇതിൽ നിന്നവരെ അവർ സമൂഹത്തിലുള്ളവരെ അവരുടെ ഒപ്പം കൂട്ടിയിരുന്നില്ല. they do not allow the upper caste അല്ലെങ്കിൽ മുകളിലുള്ളവർ, മുകൾ തട്ടിലുള്ളവർ അല്ലെങ്കിൽ upper caste people or the people those who belong to the upper caste, ഉയർന്ന ജാതിയിലുള്ളവർ അല്ലെങ്കിൽ റിലീജിയൻ പരമായിട്ട് ബ്രാഹ്മിൻസ് അങ്ങനെയുള്ളവരൊക്കെ ഈ താഴെ ഇങ്ങനെയുള്ള ജാതികളിലുള്ളവരെ ഒപ്പം കൂട്ടിയിരുന്നില്ല. ആൻഡ് ദ ചിൽഡ്രൻ വെൻ ദേ ഗോ ടു സ്കൂൾ ദേ ഹാവ് ടു സിറ്റ് ആൻഡ് സ്റ്റഡി ഇൻ അനദർ പാർട്ട് ഓഫ് ദ ക്ലാസ് റൂം, അനദർ പ്ലേസ് ഓഫ് ദ ക്ലാസ് റൂം. And they did not allow these people to sit and study on the bench or any other chair on that.
അല്ലെങ്കിൽ അവരുടെ പേരൻസ് അവരെ മീനിയൽ വർക്ക് അല്ലെങ്കിൽ ക്ലീനിങ് വർക്കൊക്കെ ചെയ്തിരുന്നവരെ ഒരു പ്രത്യേക വിഭാഗത്തിൽ അല്ലെങ്കിൽ മുടിവെട്ടുക, ബാർബേഴ്സ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ വേറെ വേറെ തരംതിരിച്ചാണ് കണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ എക്സാമ്പിളാണ് ജോലിയുടെ അടിസ്ഥാനത്തിൽ. ദ പീപ്പിൾ ദോസ് ഹു ഹാവ് ഡൺ ഡിഫറെൻറ്റ് വർക്ക് ആൻഡ് സം ഓഫ് ദ വർക്ക്സ് കൺസിഡേർഡ് ആസ് ഇൻഫീരിയർ, അതായത് സം ടീച്ചിങ്, അതുപോലെയുള്ള ഒഫീഷ്യൽ അല്ലെങ്കിൽ ഓഫീസ് വർക്കുകൾ, അല്ലെങ്കിൽ എന്താ വേറെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ടീച്ചിങ്, അതുപോലെ തന്നെ കാർപ്പൻട്രി, പോട്ടറി, വീവിങ്, ഇങ്ങനെയുള്ളതൊക്കെ വേറെ. അപ്പോൾ കുറച്ച് ജോലികൾ തരം താഴ്ത്തി കണ്ടിരുന്നു, ചില ജോലികൾ മുകളിൽ ഇതിലും കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജോലിയുടെ ബേസിൽ ആളുകളെ തരംതിരിച്ച് കണ്ടിരുന്നു. പിന്നെ ചില ജാതിയുടെ കാസ്റ്റ്, ചില ജാതിയിൽ തരംതിരിച്ച് കണ്ടിരുന്നു. ഇവരെയൊക്കെ അൺടച്ചബിൾസ് അല്ലെങ്കിൽ തൊട്ടുകൂടാൻ പറ്റാത്തവരാണ്. അവരെ ടച്ച് ചെയ്യാൻ പാടില്ല, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കണം, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരും അൺടച്ചബിളിൻ്റെ കൂട്ടത്തിലായി പോകും എന്നുള്ള ഫോൾസ് ബിലീഫ്സ് വേർ ദേർ സോ മെനി ഇയേഴ്സ് ബാക്ക്. അപ്പം അങ്ങനെയുള്ള ചില അനാചാരങ്ങളൊക്കെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പം അങ്ങനെയുള്ള അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ഒരേ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ ഇറ്റ് മേ ബി റൈറ്റ് ഓർ റോങ്, അപ്പം നമ്മൾ അതേപോലെ കാണുക. സപ്പോസ് in Muslim community the girls were not allowed to get more education in so many years back. ഇപ്പോൾ മുസ്ലിം സമുദായങ്ങളിൽ പെൺകുട്ടികൾക്ക് അവരെ അത്യാവശ്യത്തിന് മാത്രമേ പഠിക്കാൻ അയച്ചിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോയി മറ്റുള്ള ആൺകുട്ടികൾ പോയി പഠിക്കുന്നത് പോലെ പഠിക്കാനൊന്നും അവരെ അനുവദിച്ചിരുന്നില്ല. സോ ഗേൾസ് വെയർ നോട്ട് അലൗഡ് ടു ഗോ ടു സ്കൂൾ ആൻഡ് സ്റ്റഡി ആസ് ലൈക്ക് ബോയ്സ്. അത് അവരുടെ ഒരു കാസ്റ്റ് അങ്ങനെ ആയിരുന്നു അവർക്കന്ന്. പിന്നീട് when years passed the social reformers അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യലി ഇങ്ങനെയുള്ള സാമുദായിക ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച ആളുകൾ അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് അതിൽ മാറ്റം വന്നു. ആൻഡ് ഇൻ സം ഓഫ് ദ സ്റ്റേറ്റ്സ് ദ സ്കൂൾസ് വെയർ സോ ഫാർ അവേ ഫ്രം ദ ഹൗസ്. അതും ഒരു കാരണമായി, കാരണം അവർക്ക് പോയി അത്രയും ദൂരം പഠിക്കാൻ പറ്റാതെ വരിക. പക്ഷേ സ്റ്റേറ്റ്സ് ലൈക്ക് കേരള ദ സ്കൂൾസ് മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് വെയർ നിയർ ദ നോട്ട് സോ ഫാർ. അപ്പോൾ സ്കൂളുകളൊക്കെ ഒരുപാട് അകലെ ആയിരുന്നില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് വെയർ ഫീമെയിൽ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ടീച്ചേഴ്സ് കുട്ടികളെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്നും വരാൻ സാധിക്കാത്ത കുട്ടികളെയൊക്കെ അവരെ ബോധവൽക്കരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ള ശ്രമങ്ങൾ ആദ്യകാലങ്ങളിൽ നടന്നിരുന്നു. സോ they came and so the Muslim communities they came to understand education is important for girls also. അപ്പോൾ അങ്ങനെ ആയി വന്നപ്പോൾ സിറ്റുവേഷൻസ് ചേഞ്ച് ആയി. ഇതൊരു എക്സാമ്പിളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിന് എക്സാമ്പിൾ ആണ് അത്. കാരണം in Muslim community they did not know in the starting or so many years back they did not know the importance of giving education to children equally, especially girls-നെ അവരെ അത്രയും അനുവദിച്ചിരുന്നില്ല. Now the situations changed, you know, all the children അല്ലേ, എല്ലാ ജാതിയിലുള്ളവരും അല്ലെങ്കിൽ എല്ലാ റിലീജിയനിൽ വിശ്വസിക്കുന്നവരും all parents are now willing to give better education to their children. അപ്പം ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതാണ് നമ്മൾ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ജീവിക്കുന്ന സാമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ അൺടച്ചബിൾസ് അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് ആയിട്ടും മറ്റും കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പേജ് നമ്പർ 19 exam you can see the picture. A teacher is teaching and some of the children are sitting behind the class. അപ്പോൾ നിങ്ങളിവിടെ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. അവർ കണ്ടോ, മറ്റുള്ള കുട്ടികൾ മുമ്പിലിരുന്ന് പഠിക്കുമ്പോൾ ഈ ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ അൺടച്ചബിൾസ് എന്ന് പറയുന്ന വിഭാഗങ്ങളിൽപ്പെട്ടവർ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ അല്ലെങ്കിൽ ജോലിയിൽ മറ്റുള്ള ക്ലീനിങ്ങും മറ്റു വർക്കുകളും ചെയ്തിരുന്നവരുടെ കുട്ടികൾ they were considered as untouchables അല്ലെങ്കിൽ ദളിത് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ദളിത് എന്ന മീനിങ് തന്നെ ദളിത് എന്ന് പറഞ്ഞാൽ അവിടെ മീനിങ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ദളിത് ഈസ് എ ടേം ദാറ്റ് പീപ്പിൾ ബിലോങ് ടു സോ കോൾഡ് ലോവർ കാസ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെയുള്ള ജോലികളും മറ്റും ചെയ്തിരുന്നവർ, അതുപോലെ തന്നെ ജാതിയിൽ താഴ്ന്നിരുന്നവർ. അപ്പോൾ ദളിത് എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് ദോസ് ഹു ഹാവ് ബീൻ ബ്രോക്കൺ. എങ്ങനെ ബ്രോക്കൺ ആവും എന്ന് പറഞ്ഞാൽ വെട്ടിമുറിക്കുക എന്നാണോ? അല്ല, അവരെ മാനസികമായിട്ട് അവരെ തളർത്തുക അല്ലേ, മറ്റുള്ളവരുടെ ഒപ്പം കൂട്ടാതെ അങ്ങനെയൊക്കെ ദോസ് ഹാവ് ബീൻ ബ്രോക്കൺ. അപ്പം അങ്ങനെ മാനസികമായിട്ടും അതുപോലെ തന്നെ അവർക്ക് സാമുദായികപരമായിട്ടും സമൂഹത്തിലുള്ളവരും തന്നെ അവരെ വേർതിരിച്ച് കണ്ടിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ക്ലാസ് റൂമിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വേർതിരിവുകൾ പണ്ട് കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു.
And because after so many years, because of the work and the action, or മറ്റുള്ളവരുടെ because of many efforts of social reformers, the situation have been changed. അപ്പോൾ അതിലൊക്കെ വളരെയേറെ പ്രാധാന്യം വഹിച്ച ആളുകളാണ് ഗാന്ധിജി, അങ്ങനെയുള്ള സോഷ്യൽ റിഫോം, അല്ലെങ്കിൽ ഗാന്ധിജി, അതുപോലെ തന്നെയുള്ള ധാരാളം സോഷ്യൽ റിഫോമേഴ്സ്, നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ ഗാന്ധിജി അല്ലേ, അതുപോലെ തന്നെ സോഷ്യൽ റിഫോമേഴ്സ് ധാരാളം പേരുണ്ട്. ഇവരുടെയൊക്കെ ശ്രമഫലമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി. And one important person in the previous class I have been told you, Dr. B.R. Ambedkar, the person who behind our constitution, അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുന്നതിൽ പ്രമുഖ വ്യക്തി. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ അദ്ദേഹവും ഇങ്ങനെയുള്ള ഒരു മഹർ കാസ്റ്റ്, അതായത് ഇൻ മഹാരാഷ്ട്ര മഹർ എന്ന് പറയുന്ന ജാതിയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ മഹർ എന്ന് പറയുന്ന സമുദായവും അൺടച്ചബിളിൽ വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് വളരെ അദ്ദേഹവും ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ അദ്ദേഹം അനുഭവിച്ചിരുന്നു. അപ്പം ഹി ഓൾസോ വാസ് ബോൺ ടു എ കാസ്റ്റ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് അൺടച്ചബിൾ. അപ്പോൾ അതിൻ്റെ അദ്ദേഹം എങ്ങനെയാണ് അതിലെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന് ഒരു വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായത്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇനീക്വാലിറ്റി അല്ലേ, അസമത്വവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ്, ഇങ്ങനെ ആളുകൾ എങ്ങനെ അനുഭവിച്ചിരുന്നു എന്നുള്ളത്. സോ യു ഷുഡ് റീഡ് ലെസൺ പേജ് നമ്പർ 17 and 18, okay, 19 also. And we can see the experience of Dr. B.R. Ambedkar when he was a 9-year-old boy. That we can study in the next class. Okay children, thank you.